നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനെ കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു വാശിയും ഒരാശയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പലരും ആശ്രയിക്കുന്നത് തങ്ങളുടെ ആശ അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനെ കൊണ്ട് നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊടുത്ത് പോവുകയാണ് പതിവ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ഇത്രയും മനോഹരമായ ലോകത്തെ നിർമ്മിച്ച ദൈവത്തിന് ഒരു കൈക്കൂലിയുടെ ആവശ്യമില്ല. നമ്മൾ അപ്പം വില്ലേജ് ഓഫീസിലും മറ്റ് നമ്മളുടേതായ ലോകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരെ ചെന്ന് കാണുമ്പോൾ കൈക്കൂലി കൊടുത്താൽ വേഗത്തിൽ കാര്യം സാധിച്ചു കിട്ടും. അങ്ങനെ ഒരു ഇതല്ല നമ്മുടെ ദൈവത്തിനുള്ളത്. നമ്മൾ കൈക്കൂലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അപ്പം നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവഹിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കും. ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് ശാശ്വതമായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ ഞാൻ കാത്തിരിക്കണം. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നടാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, പിന്നെ അത് അനുഭവിപ്പാനൊരു കാലം, തിന്നുവാനൊരു കാലം, അങ്ങനെ കുറച്ച് കാലങ്ങളെ പറ്റിയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. അതിനൊരു സമയവും അതിൻ്റെ അവസരവും ആകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നടത്തിത്തരും. അതിനായിട്ട് നമുക്കൊരു വാശി വേണം. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള വാശിയല്ല പറഞ്ഞത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ എനിക്കിത് ലഭിക്കണം എന്നുള്ളൊരു ആശയാലുള്ള ഒരു വാശി വേണം. ആ അർത്ഥത്തിൽ മാത്രമേ ഇതെടുക്കാവൂ. ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവഹിതത്തിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ദൈവഹിതം അല്ലാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഞാനാണെങ്കിൽ ഒരു നേർച്ച കൊടുക്കാറില്ല. ഞാനൊരു അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാറില്ല. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാനൊരു മതത്തെയും കുറ്റം പറയുകയല്ല. ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞു നൽകാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലെ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് തരികയുള്ളൂ. അങ്ങനെയൊന്നും അല്ല നമ്മുടെ ദൈവം ഇരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് ഒന്നിനും ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ എല്ലാം നമുക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു നേർച്ച അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് കൈക്കൂലിയുടെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ അഭിലാഷം നേടിയെടുക്കാൻ ദൈവത്തിന് കൈക്കൂലിയുടെ ആവശ്യമില്ല. ദൈവഹിതം പോലെ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കും, വേദനിക്കും, നിരാശപ്പെടും. അപ്പോൾ നമ്മുടെ മനസ്സിന് കരുത്തും ബലവും ശക്തിയും കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മൾ ഏത് വിഷയത്തിനാണോ നമ്മൾ വിഷമിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി ആ ഒരു ഇതിൽ പ്രാർത്ഥിക്കരുത്. അതിനെ തരണം ചെയ്ത് ജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി, അല്ല ആ ഒരു മനക്കരുത് കിട്ടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സംഭവം ദൈവത്തിന് ഹിതമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പം നമ്മൾ പലരോടും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. മിക്കവാറും പലരും എന്നോടും പറയാറുണ്ട്. ഞാനും പലരോടും പറയാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആര് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിപ്പം കൂടിയ ഒരു ആളാണ്, അല്ല അദ്ദേഹം പ്രാർത്ഥിച്ചാൽ വേഗം ഇങ്ങനെ കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ ദൈവത്തിൻ്റെ ഹിതം ആണെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയത്തെ അത് ലഭിക്കുകയുള്ളൂ. എപ്പോഴും നിരാശപ്പെട്ട് തകർന്നു പോകുന്നത് നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഓർത്തിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അതിനൊരു ടിപ്പ് ഞാൻ പറയാം. നമുക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. നമുക്ക് ചിന്തിക്കാൻ ഒരു സ്വല്പം സമയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കണം. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു, അല്ല നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടുത്തെ ജോലി, അവിടുത്തെ ഫ്രണ്ട്സ്, അല്ല മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുകയില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മളെ അലട്ടുന്നത് അതിന് ചിന്തിക്കാൻ അവസരം കൊടുക്കരുത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എല്ലാവർക്കും നല്ല സന്തോഷമാണ്, അയ്യോ അവരുടെ ജീവിതം കണ്ടോ,
അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, അവരുടെ ഫാമിലി ലൈഫ് കണ്ടോ, അല്ലെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ടോ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ വിചിന്തനം ചെയ്യാറുണ്ട്, നമ്മളെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെക്കാളും ചിലപ്പോൾ ദുഃഖിതരായിരിക്കും അവരും പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരിങ്ങനെ ഈ ടൂറ് പോയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിക്ചർ എടുത്ത് ചിരിച്ച് പുറമേ ചിരിച്ചൊക്കെ ഒക്കെ നടക്കുമ്പോൾ നമുക്കത് സന്തോഷമായിട്ട് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ നീറുന്നതായ പല വിഷയങ്ങളും കാണും. എൻ്റെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് പല വിഷയങ്ങളും നമ്മുടെ ഉള്ളിൽ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളതിനെ തരണം ചെയ്ത് എങ്ങനെ ആ പ്രതികൂലത്തെ നമ്മൾ മറികടക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മളങ്ങ് ജീവിക്കുക. അല്ലാതെ നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലേലും ഒന്നുമില്ല. ദൈവഹിതത്തിനനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട്. എന്നാൽ അഭിനയിച്ചാണ് എല്ലാവരും തന്നെ ഭൂമിയിൽ ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകൾ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തും. ആ ഒരു അനുഭവം നമ്മൾ ചിലപ്പോൾ അവരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് അവരോട് നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്താലും ചില കാര്യങ്ങളിൽ നമ്മളെ അവരെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഒന്നും നിരാശപ്പെടരുത്. കാരണം നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നുമല്ല, സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ശരിക്കും നമ്മളുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം ലഭിക്കും. പിന്നെ വായിക്കുക മാത്രമല്ല, നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയാലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഭാഷയിൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കാം. നമുക്ക് ആരുടെയും കൂട്ടായ്മയോ ആരുടെയും ഒരു കൂട്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ള ഒന്നുമില്ല. നമ്മൾ എവിടെ ഇരുന്നാലും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, നമ്മുടെ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുന്ന യാതൊരു വിപരീത ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കരുത്. പലരും വിപരീത ഉപദേശങ്ങളുമായിട്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു ഇണങ്ങിച്ചേരൽ വരും. പക്ഷെ നമ്മൾ വിപരീത ഉപദേശങ്ങളിലൊന്നും വീഴരുത്. ഞാൻ മിക്കവാറും ചിലപ്പോഴൊക്കെ നേരത്തെയൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിധി എന്ന് പറഞ്ഞൊരു പദം എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വിധി, അങ്ങനെ ആയിപ്പോയോ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ആൻറ്റിയുണ്ട്. ആൻറ്റി ഒരു ദിവസം എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിധി എന്ന് പറയുന്ന പദത്തെപ്പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും നമ്മൾ വിധി എന്ന് പറയരുത്. വിധി എന്ന് പറയുന്നത് പഴയ കാലത്തെ ഏതോ ആൾക്കാർ എന്തോ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നപ്പോൾ അവരെ പറഞ്ഞ ഒരു വേർഡാണ് വിധി എന്നുള്ളത്. കാലങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ്, അത് നിങ്ങളുടെ ഒരു വിധിയാണ് എന്നൊക്കെ ചില പഴമക്കാർ പറഞ്ഞത് പിൻതലമുറക്കാർ അതങ്ങ് വിശ്വസിച്ച് കൂടെ എന്ന് കൊണ്ട് നടക്കുവാണ്. അല്ലാതെ വിധി എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങനെ ഇല്ല. കാരണം ദൈവഹിതം മാത്രമേ ഉള്ളൂ. തിന്മയും നന്മയും എല്ലാം ദൈവഹിതമാണ്. എന്നാൽ ചിലരത് വിശ്വസിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാലും മാറില്ല, അത് വിധിയാണ് എന്ന് പറയുന്നു. പക്ഷേ ദൈവഹിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ തിന്മയും നന്മയും എല്ലാം നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ദൈവം തൻ്റെ മക്കളോട് ഇടപെടുന്നത് വിധിയുടെ അടിസ്ഥാനത്തിലല്ല. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവികമായ കരുതലിൻ്റെ നീതിയും നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നടക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ചിലപ്പോൾ അത് നടന്നെന്ന് വരാം. അത് നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എല്ലാവരും പൂർണ്ണരല്ല. എങ്കിലും നമ്മൾ ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മളാലാവോളും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് തന്നെ സകലവും ചെയ്യും.